എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന ഉപാസന പദ്ധതികളിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഉപാസന പദ്ധതിയാണ് ദൈവമഹാത്മ്യം. പല വിധേനയുള്ള മന്ത്രങ്ങളും ഉപാസനകളും അനുഷ്ഠാനങ്ങളും എല്ലാം നാം ചെയ്യാറുണ്ട്. ലളിതാ സഹസ്രനാമത്തെ പ്രധാനമായി ആചരിക്കുന്ന ധാരാളം ദേവീ ഭക്തരുണ്ട്. എന്നാൽ അതിലെല്ലാം വെച്ച് വളരെ പൗരാണികമായ ശക്തിയേറിയ ഒരു ഉപാസനാ പദ്ധതിയാണ് ദൈവമഹാത്മ്യത്തിൻ്റെ ഉപാസനാ പദ്ധതി. വളരെ ശക്തിയേറിയ ഒരു ഉപാസന എന്ന രീതിയിലും അല്ലാതെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഓരോ വിധത്തിലുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാമുള്ള ഒരു പരിഹാരം, അതിനെല്ലാമുള്ളൊരു രക്ഷ നേടാൻ വേണ്ടിയുള്ളൊരു വഴി എന്ന രീതിയിലും എല്ലാം ദൈവമഹാത്മ്യത്തെ കാണാം. ഉണ്ടാവുന്ന ഒന്നിൻ്റെ പുറകെ ഒന്നായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി സാക്ഷാൽ ആദിപരാശക്തിയായിരിക്കുന്ന ദേവിയെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ദേവിയുടെ മൂലമന്ത്രം ഒരു ഗുരുനാഥനിൽ നിന്നും ഉപദേശം സ്വീകരിക്കുകയും കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ് പ്രഥമമായി വേണ്ട കാര്യം. ദേവീഭക്തരായ ധാരാളം സജ്ജനങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ശിവഭക്തരായിട്ടും വിഷ്ണുഭക്തരായിട്ടും ഒക്കെയുള്ള ധാരാളം സജ്ജനങ്ങൾ ഉണ്ടെങ്കിലും ദേവീഭക്തരായിട്ടുള്ള സജ്ജനങ്ങൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ദീർഘമായ ശക്തമായ ഉപാസനാ പദ്ധതികളിലൂടെ പോകുന്നവരാണ്. ശ്രീചക്രരാജനിലയാ ശ്രീമൽ ത്രിപുരസുന്ദരി എന്ന രീതിയിൽ ആ ദേവിയുടെ പ്രാധാന്യത്തെ ശ്രീചക്ര മധ്യസ്ഥയായിരിക്കുന്ന ദേവിയായി പറയുന്നു. ദുർഗയായും ഭദ്രകാളിയായും പാർവതിയായും മഹാലക്ഷ്മിയായും സരസ്വതിയായും പല പല ഭാവത്തിൽ ദേവിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പം ഏറ്റവും ഒരു സന്തോഷത്തിൽ നമ്മെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് നിർത്തുന്ന ആ ഒരു അമ്മയുടെ മാതൃഭാവത്തിലും അല്ലാതെ പൂർണ്ണമായിരിക്കുന്ന ഒരു പത്നി സങ്കല്പത്തിലും സംഹാരരൂപിണിയായും ഇങ്ങനെ പല രീതിയിലും നമുക്ക് ദേവിയെ പുരാണങ്ങളിലെ പല കഥകളിലൂടെയും മന്ത്രങ്ങളിലൂടെയും എല്ലാം ദർശിക്കുവാൻ സാധിക്കും. സരസ്വതി ദേവിയെ വിദ്യയുടെ ദേവതയായി കാണുന്നു. ഭദ്രകാളിയെ സംഹാരഭാവമായി ഒരു ശത്രുസംഹാരത്തിൻ്റെ മൂർത്തിയായി കാളിയെ കാണുന്നു. എന്തിനേയും ഏതിനേയും നശിപ്പിച്ച് കളയാൻ സാധിക്കുന്ന ഏറ്റവും പൂർണ്ണമായിരിക്കുന്ന തമോഗുണമായിരിക്കുന്ന മഹാശക്തിയായി കാളി ഉപാസന പ്രശസ്തമാണ്. ദുഃഖങ്ങൾ അകറ്റുന്ന മൂർത്തിയായാണ് ദുർഗാദേവിയെ പറയുന്നതെങ്കിൽ അളവറ്റ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായാണ് മഹാലക്ഷ്മിയെ കാണുന്നത്. പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ വശ്യതയുടെ സ്വരൂപമായി അശ്വാരൂഢ എന്ന സങ്കല്പത്തിലും പാർവതീദേവിയായും ശ്രീചക്രരാജനിലയ ശ്രീമൽ ത്രിപുരസുന്ദരി എന്ന രീതിയിൽ പ്രപഞ്ചനാഥയായിരിക്കുന്ന ആദിപരാശക്തിയായും എല്ലാം ദേവിയെ പല പല രൂപത്തിൽ ഭാവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പാർവതി എന്നും ഭുവനേശ്വരി എന്നും എല്ലാം പല പല പേരുകളിൽ ദേവി അറിയപ്പെടുന്നു. സാധാരണ നമ്മൾ ഓരോ ഗ്രന്ഥങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവയെല്ലാം അവസാനം എത്തിച്ചേരുന്നത് ദേവി ഉപാസനയിലേക്കായിരിക്കും. സാക്ഷാൽ മഹാദേവനും ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും എല്ലാം ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സങ്കല്പങ്ങളും ഉപാസനാ പദ്ധതികളും വരെയുണ്ട്. അപ്പോൾ അത്രയും ഗൗരവമേറിയിരിക്കുന്ന ആ ദേവിയുടെ ശക്തിയിൽ നിന്നും അതിൻ്റെ ഒരു കണിക മാത്രമാണ് സാക്ഷാൽ ത്രിമൂർത്തികളും മറ്റു ദേവന്മാരും എല്ലാം എന്ന് പോലും പറയാൻ സാധിക്കും. അത്രമാത്രം പ്രാധാന്യമുള്ള ദേവി ഉപാസന ഒരു സാധകനെ, ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ സാധകൻ ഉപാസകനായി പോകുന്ന വ്യക്തിക്ക് ഇഹത്തിലേക്കും പരത്തിലേക്കും വേണ്ട എല്ലാ സൗഖ്യങ്ങളെയും തരുന്നു. ദേവിയുടെ മണിദ്വീപം എന്ന് പറയുന്ന സാക്ഷാൽ ആ ദേവിയുടെ വാസസ്ഥാനത്തെക്കുറിച്ച് പറയാറുണ്ട് ആചാര്യന്മാർ. കൈലാസം സാക്ഷാൽ മഹാദേവൻ്റെ പ്രിയ സ്ഥാനമായിട്ടും വൈകുണ്ഠം നമ്മൾ കേട്ടിട്ടുണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ദേശമായും ഒക്കെ പറയുന്നത് പോലെ മണിദ്വീപവാസിനിയായിട്ടാണ് സാക്ഷാൽ ദേവിയെ ത്രിപുരസുന്ദരിയെ പറയുന്നത്. പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് ഒരമ്മയുടെ വാത്സല്യത്തോടു കൂടി ഓരോന്നിനെയും സർവ്വതിനെയും നോക്കി സംരക്ഷിച്ചിരിക്കുന്ന ആ അമ്മയെ പ്രാർത്ഥിക്കാൻ വേണ്ടി സൗന്ദര്യലഹരി, ലളിതാ സഹസ്രനാമം, ദൈവമഹാത്മ്യം തുടങ്ങി ധാരാളം വ്യത്യസ്തമായ വഴികളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രന്ഥമായി അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഉപാസനാ പദ്ധതിയായി ദൈവമഹാത്മ്യത്തെ പറയാം. ദൈവമഹാത്മ്യം മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുന്നത് അതിൻ്റെ അക്ഷരങ്ങളുടെ ഘടന കൊണ്ട് തന്നെ അത് വലിയ ഒരു വിഗ്രഹത്തെക്കാളും ബിംബത്തെക്കാളും ആരാധനാ വസ്തുവിനേക്കാളും വലിയ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ രീതിക്കൊക്കെ പറയാറുണ്ട്, ഗ്രന്ഥം വൃത്തിയായി സൂക്ഷിച്ചു വെച്ചാൽ പോലും ആ വീടിനതൊരു രക്ഷയാണ് എന്നാണ് പറയുക. പഴയ കാലത്ത് താളിയോല കെട്ടുകളായിട്ടാണല്ലോ ഗ്രന്ഥം സൂക്ഷിക്കുക. അപ്പോൾ ഈ താളിയോല കെട്ടുകളായിട്ട് ഗ്രന്ഥം സൂക്ഷിക്കുകയും അത് പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അത്രയും വിശിഷ്ടമായാണ് ആ ഗ്രന്ഥത്തെ പോലും നാം കാണേണ്ടതെന്നർത്ഥം. നമ്മൾ പഠിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും ഉപാസിച്ചില്ലെങ്കിലും ഒന്നും വേണ്ട, അത് കൃത്യമായി ഭദ്രമായി സൂക്ഷിച്ചാൽ പോലും അതിന് ആ വീടിനും വീട്ടുകാർക്കും ഒരു വലിയ കവചം തരാൻ സാധിക്കും എന്നർത്ഥം.
അപ്പോൾ ദേവി ഉപാസകനാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു ഗുരുനാഥനിൽ നിന്നും ദേവിയുടെ മൂലമന്ത്രത്തെ ഉപദേശമായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാന പ്രകാരം രാവിലെയും വൈകിട്ടും കൃത്യമായി ഈ മൂലമന്ത്രത്തെ ജപിക്കുകയും വേണം. സാധിക്കുന്നത് പോലെയുള്ള ചിട്ടകളോടുകൂടി നമുക്ക് ആചരിക്കാം. പൂർണ്ണമായ ചിട്ടയായിട്ടും ആചരിക്കാം. മത്സ്യമാംസാദി ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് നവാക്ഷരി മന്ത്രത്തിൻ്റെ ജപത്തോടുകൂടി കൃത്യമായി രാവിലെയും വൈകിട്ടും ഈ മന്ത്രജപത്തെ നമുക്ക് ചെയ്യാം. ദൈവമഹാത്മ്യത്തെ പാരായണം ചെയ്യാം. എന്നാൽ എനിക്ക് അങ്ങനെ വലിയ ചിട്ടയൊന്നും പറ്റത്തില്ല, വലിയ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ അതൊക്കെ തുടർന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഭയമുള്ള ആൾക്കാർക്ക് അവർക്ക് സാധിക്കുന്നത് പോലെ യഥാശക്തി ദേവിയുടെ മന്ത്രജപം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഭാഗങ്ങളായി ദൈവമഹാത്മ്യത്തെ പാരായണം ചെയ്യാം. താളിയോലയായിട്ടോ സാധാരണ ഗ്രന്ഥമായിട്ടോ സൂക്ഷിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏറ്റവും പവിത്രമായ ശുദ്ധമായ സ്ഥലത്ത് വേണം സൂക്ഷിക്കാൻ. കേടുപാടുകളൊന്നുമില്ലാത്ത തെറ്റുകളൊന്നുമില്ലാത്ത നല്ല ഗ്രന്ഥം ഒരു ഗുരുനാഥനിൽ നിന്നും വേണം സ്വീകരിക്കുവാൻ എന്നാണ് പറയുക. അതിന് സാധിക്കാത്തവർ നല്ല രീതിയിൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വായന തുടങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല. ദൈവമഹാത്മ്യത്തിലെ ഓരോ വരികളും ഓരോ വാക്കുകളും വളരെ ശക്തിയേറിയ മന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു ഗുരുനാഥനിൽ നിന്നും ശീലിച്ച് ജപിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നത്. ഇപ്പോൾ വിളക്ക് കത്തിച്ച് വെക്കുക, നെയ്വിളക്ക് കത്തിച്ച് വെക്കുക, ചുവപ്പ് നിറത്തിലോ വെള്ള നിറത്തിലോ ഉള്ള വസ്ത്രം ധരിച്ചു കൊണ്ടിരുന്ന് ജപിക്കുക. അത് വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടുകൂടി വേണം ജപിക്കാൻ. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എന്ന രീതിയിൽ ജപിച്ചാൽ പോരാ എന്നർത്ഥം. വെറും നിലത്തിലും ജപിക്കരുത്. ഒരു പായ വിരിച്ചോ പട്ട് വിരിച്ചോ പലകയിലോ ഇരിക്കുക. നിലത്ത് സ്പർശിക്കാതെ ഇരിക്കുക എന്നർത്ഥം. ശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ട് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് നെയ്വിളക്കിൻ്റെയോ എണ്ണ ദൈവത്തിൻ്റെയോ മുമ്പിൽ ഇരുന്നു കൊണ്ട് സന്ധ്യാസമയത്ത് പാരായണം ചെയ്യുന്നത് ഏറെ വിശിഷ്ടമാണ്. യഥാശക്തി ഭാഗം പാരായണം ചെയ്യാം. ഒന്നിലധികം അധ്യായങ്ങൾ പാരായണം ചെയ്യാം. കുറച്ച് ഭാഗം മാത്രമായിട്ട് പാരായണം ചെയ്യാം. ഒരു ശ്ലോകം മാത്രമായി പോലും പാരായണം ചെയ്യാം. കാരണം ഓരോ ശ്ലോകവും ഒരു മഹാമന്ത്രത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളുന്ന മഹർ ഗ്രന്ഥമാണ് ദൈവമഹാത്മ്യം. അപ്പോൾ ആദിപരാശക്തിയുടെ ദുർഗ എന്നും ഭദ്രകാളി എന്നും ഭദ്ര എന്നും പല പല വ്യത്യസ്തമായ സങ്കല്പങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായി ദൈവമഹാത്മ്യത്തെ പറയാം. അതുകൊണ്ട് പഴയ കാലത്തെ രീതിക്കൊക്കെ ദൈവമഹാത്മ്യം വെച്ച് അതിലേക്ക് തന്നെ ജലഗന്ധ പുഷ്പങ്ങളെ അർച്ചിച്ച് ധൂപദീപങ്ങളെ കൊടുത്ത് ദേവിയെ അതിലേക്ക് തന്നെ അതിനെ ഒരു വിഗ്രഹമായി കണ്ടുകൊണ്ട് പൂജിക്കുന്നത് പോലെ നിവേദിക്കുന്ന സമ്പ്രദായം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രന്ഥം അതുപോലെ സൂക്ഷിക്കുകയും വേണം. അത് കൈമാറുമ്പോഴും അതുപോലെ സൂക്ഷിക്കണം. അതിന് കേടുപാടുകൾ വന്നാൽ അതിനെ സംസ്കരിക്കുന്നതും അതുപോലെ തന്നെ വേണം എന്നർത്ഥം. ഇപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യേണ്ട വിഷയമല്ല. പക്ഷേ വളരെ ശ്രദ്ധയോട് ചെയ്താൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും തരും. സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി, രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി, ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും വേണ്ടി, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി തുടങ്ങി എന്തിനും ഏതിനും ആശ്രയിക്കാവുന്ന എല്ലാ ഉപാസനാ പദ്ധതികളും ദൈവമഹാത്മ്യത്തിലുണ്ട് എന്നർത്ഥം. പൗർണമി ദിവസം പാരായണം ആരംഭിക്കാൻ ഏറെ വിശിഷ്ടമാണ്. അല്ലാതെ ദേവിയുടെ വിശിഷ്ടമായിരിക്കുന്ന നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രമോ മകൻ നക്ഷത്രമോ ഒക്കെ പാരായണം ആരംഭിക്കാൻ കൊള്ളാം. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസങ്ങൾ പാരായണം ആരംഭിക്കാൻ കൊള്ളാം. അന്ന് മുതൽക്ക് തുടർച്ചയായിട്ട് ഒരു 12 ദിവസമോ 7 ദിവസമോ 9 ദിവസമോ ഒക്കെ ആയിട്ട് പാരായണം ചെയ്യാം. ഒരു ഗുരുനാഥനെ കണ്ടെത്തുകയും ഭുവനേശ്വരി മന്ത്രവും ദേവിയുടെ ത്രിപുരാ മന്ത്രവും ത്രിപുരസുന്ദരി മന്ത്രവും നവാക്ഷരി മന്ത്രവും ഒക്കെ ഘട്ടം ഘട്ടമായി ഓരോന്നായി ഉപദേശം സ്വീകരിച്ചു കൊണ്ട് നമുക്ക് ജപിക്കുകയും ആവാം. ദുർഗാദേവിയുടെ മന്ത്രമോ ഭദ്രകാളിയുടെ മന്ത്രമോ ഭുവനേശ്വരി മന്ത്രമോ ഉപാസനയായി എടുത്തിട്ടുള്ളവർക്കും ഈ മന്ത്രജപത്തെ ഈ ഗ്രന്ഥപാരായണത്തെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ലെങ്കിൽ യോഗ്യരായിരിക്കുന്ന ആൾക്കാർ, അറിവുള്ള ആൾക്കാർ ആരെങ്കിലും ചൊല്ലിയിരിക്കുന്നതൊക്കെ കേട്ട് അത് ഏറ്റു ചൊല്ലിക്കൊണ്ട് കുറേശ്ശെ പഠിച്ച് ഓരോ ശ്ലോകങ്ങളായി ചൊല്ലുകയായിരിക്കും ഏറ്റവും ഉത്തമം. വ്രതനിഷ്ഠയുണ്ടെങ്കിൽ കൂടുതൽ ഗുണകരമാണ്. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പാടില്ല. ജപിക്കുമ്പം ശ്രദ്ധയോടുകൂടി തന്നെ ഇരുന്ന് ജപിക്കണം. കൈ കടിക്കുകയോ അല്ലെങ്കിൽ നഖം കടിക്കുകയോ ഏതെങ്കിലും രീതിയിൽ അശുദ്ധിയാവുകയോ ഒന്നും ചെയ്യാതെ വേണം അത് പാരായണം ചെയ്യുവാൻ. ഗ്രന്ഥവും ഒരു വിധത്തിലും അശുദ്ധിയാക്കരുത്. അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ മേശപ്പുറത്തോ കസേരയിലോ സെറ്റിയിലോ കട്ടിലയിലോ ഒന്നും കൊണ്ട് ദൈവമഹാത്മ്യ ഗ്രന്ഥത്തെ ഇടാൻ പാടില്ല. പൂജാമുറിയിൽ ശുദ്ധമായി പലകയിട്ടിരും ജപിക്കുക. ഇനി ആരോഗ്യമായി തീരെ വയ്യാത്തവർക്ക് ഒരു കസേരയിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും പാരായണം ചെയ്യാം. അതും കഴിവതും ശുദ്ധമായി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദൈവമഹാത്മ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും തന്നെ പാരായണം ചെയ്യാവുന്നതാണ്. അശുദ്ധി ദിവസങ്ങളിൽ പാരായണം ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഛന്ദസ്സോ ധ്യാനമോ ന്യാസമോ ഒന്നും നിർബന്ധമില്ല.
ഒരു വലിയ സാധനയായി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഗുരുവിൽ നിന്നും മന്ത്രോപദേശത്തിന് ശേഷം ദേഹശുദ്ധി പോലെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ആ മൂർത്തിയുടെ നവാക്ഷരി മന്ത്രത്തിൻ്റെതായ ഛന്ദസ്, ധ്യാന ശ്ലോകം, ന്യാസവിധി എന്നിവ പഠിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പം പഴയകാലത്തെ ധാരാളം മാന്ത്രിക ഗൃഹങ്ങളിലും മാന്ത്രിക ഇല്ലങ്ങളിലും പ്രധാനമായി അവർ ഒരു ഉപാസനാ പദ്ധതിയായി ദേവീമാഹാത്മ്യം ആചരിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏത് വിധത്തിലുള്ള ഭൂതപ്രേത പിശാചാദികളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഈ ഒരു ഗ്രന്ഥത്തിനും അതിൻ്റെ ഉപാസനാ പദ്ധതിക്കും ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാന്ത്രിക പാരമ്പര്യമുള്ള ഇല്ലങ്ങളിലൊക്കെ തന്നെ അവർ പ്രേതബാധ ആവാഹനം, ഉച്ചാടനം പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അതിൽ നിന്നും അവനവന് ദോഷം വരാതിരിക്കണം, നമ്മൾ ഈ ചെയ്തു കൊടുക്കുന്ന കർമ്മം കൊണ്ട് ആ വീട്ടുകാർക്ക് ഗുണം കിട്ടുകയും വേണം. അപ്പം അതിനുവേണ്ടിയൊക്കെ ഈ ഒരു ഭദ്രകാളി സങ്കല്പത്തിലെ ശക്തമായ ഒരു പ്രാർത്ഥനയും ഉപാസനയും അവർക്കുണ്ടാവും. അതിനോടൊപ്പം നിത്യേന ദൈവമാഹാത്മ്യം പാരായണം ചെയ്യുകയും അതുകൊണ്ട് അപ്പോൾ ദൈവമാഹാത്മ്യം ചൊല്ലിക്കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക, അല്ലെങ്കിൽ ആ മന്ത്രം കൊണ്ട് ഹോമം നടത്തുക, ഇവയെല്ലാം ഈ ഉപാസകന്മാരുടെ ആ പാരമ്പര്യപരമായ ശക്തി വർദ്ധിക്കുന്നതിന് കാരണമാണ്. ദൈവമാഹാത്മ്യത്തിലെ ഓരോ ശ്ലോകങ്ങളും അത്ഭുത ശക്തിയുള്ള മഹാമന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരധ്യായം മുഴുവനായിട്ടോ ഓരോ ശ്ലോകങ്ങളായിട്ടോ ഒക്കെ യഥാശക്തി നമുക്ക് ഉപാസിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. തികഞ്ഞ അടിയുറച്ച ദേവിയിലോട്ടുള്ള ശ്രദ്ധയും ഭക്തിയും വേണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറ്റേതൊരു മഹാമന്ത്രത്തെക്കാളും അത്ഭുത ശക്തിയോടുകൂടി ഈ മന്ത്രങ്ങളിൽ നമുക്ക് അനുഗ്രഹം നൽകും. സർവ ഐശ്വര്യത്തിനു വേണ്ടി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന വിശ്വപ്രസിദ്ധമായ ശ്ലോകം നമുക്ക് ജപിക്കാം. രോഗദുരിതശാന്തിക്ക് വേണ്ടി ദേഹി സൗഭാഗ്യമാരോഗ്യം, ദേഹിമേ പരമം സുഖം, രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി എന്ന ശ്ലോകത്തെ ചൊല്ലാം. പുത്രാൻ ദേഹി ധനം ദേഹി സർവകാമാംശ ദേഹി മേ, രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി എന്ന ശ്ലോകത്തെ സന്താനഭാഗ്യത്തിന് വേണ്ടി, കുട്ടികളുടെ ശ്രേയസ്സിന് വേണ്ടിയൊക്കെ ജപിക്കാവുന്നതാണ്. ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീത, പ്രസീത മാതർജഗതോഹിലസ്യ, പ്രസീത വിശ്വേശ്വരി പാഹി വിശ്വം, ത്വമീശ്വരി ദേവി ചരാചരസ്യ എന്ന ശ്ലോകം എല്ലാവിധത്തിലുള്ള ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാവുന്നതാണ്. വ്യത്യസ്തമായി പറയപ്പെട്ടിരിക്കുന്ന ഈ ശ്ലോകങ്ങളും ദൈവമഹാത്മ്യത്തിലെ ഓരോ ശ്ലോകങ്ങളും നിങ്ങൾക്ക് 3 പ്രാവശ്യമായിട്ടോ 8 പ്രാവശ്യമോ 108 ആവർത്തിയോ ഒക്കെ ജപിക്കാവുന്നതാണ്. ആ ഒരു ശ്ലോകം മാത്രം എടുത്തുകൊണ്ട് ഉപാസിക്കുകയോ അധ്യായം മുഴുവനായി തന്നെ 11 അധ്യായം മുഴുവനായിട്ടോ അങ്ങനെയൊക്കെ പാരായണം ചെയ്യാറുണ്ട്. ഭഗവതി സേവ പോലെയുള്ള വിശേഷ കർമ്മങ്ങൾ നടക്കുമ്പോൾ ആ കർമ്മങ്ങളിൽ അർച്ചനയ്ക്ക് വേണ്ടിയും ഈ ശ്ലോകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയെല്ലാം തന്നെ ദേവിയുടെ അനുഗ്രഹം നമുക്ക് കൊണ്ടുതരുന്നതിന് നമ്മെ സഹായിക്കും. 13 അധ്യായങ്ങളിലൂടെ ദേവിയുടെ അത്ഭുത ശക്തിയുള്ള മഹാമന്ത്രങ്ങളെ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ തന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥ രൂപത്തിലാണെന്ന് പറയാം. 5-ാമത്തെ അധ്യായത്തിലൂടെയും 11-ാം അധ്യായത്തിലൂടെയും എല്ലാം വളരെ വിശിഷ്ടമായിരിക്കുന്ന ധാരാളം മന്ത്രങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവയൊക്കെ ഭഗവതി സേവ, ത്രികാല പൂജ പോലെയുള്ള ഘട്ടങ്ങളിലെല്ലാം പുഷ്പാഞ്ജലിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നിത്യേന ഉപാസനയ്ക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ദേവി ആരാധനയ്ക്ക് വിശിഷ്ടമായിരിക്കുന്ന ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, പൗർണമി ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ദേവീമഹാത്മ്യത്തിൻ്റെ പാരായണം ചെയ്യാം. നിത്യപാരായണത്തിന് വേണ്ടിയാണെങ്കിൽ പൗർണമി ദിവസം നിങ്ങൾ ജപം ആരംഭിക്കുക. സാധിക്കുന്നവരെല്ലാം ഗുരുമുഖത്തൊന്ന് സ്വീകരിച്ച് തന്നെ ജപിക്കുക. ഇതിനോടൊപ്പം തന്നെ ദേവിയുടെ ഏതെങ്കിലും രീതിയിലുള്ള വിശിഷ്ടമായിരിക്കുന്ന മന്ത്രജപങ്ങളും ചെയ്യുക. നവാക്ഷരീയ മന്ത്രം എല്ലാവിധത്തിലുള്ള ദുഃഖദുരിതങ്ങളെ അകറ്റുന്ന മഹാശക്തിയായാണ് പറയുന്നത്. അപ്പോൾ ആ നവാക്ഷരീയ മന്ത്രത്തിൻ്റെ ഉപാസനയോടുകൂടിയൊക്കെ ദൈവമാഹാത്മ്യം ജപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മറ്റു വേറെ യാതൊരു വിധത്തിലുള്ള വിശേഷമായ പ്രാർത്ഥനകളോ അനുഷ്ഠാനങ്ങളോ വേണ്ട എന്നാണ് പറയുക. അത്ര ശക്തിയുള്ളതായിട്ടാണ്. വിളിച്ചാൽ വെളിപ്പുറത്ത് ദൈവം നിൽക്കുന്ന മഹാശക്തിയായാണ് ഈ മന്ത്രങ്ങളെയെല്ലാം പറയുന്നത്. ദൈവമഹാത്മ്യത്തിൻ്റെ ഉപാസന നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഐശ്വര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.